പ്രമേഹ രോഗികൾ സ്ഥിരമായിട്ട് ഡയറ്റ് എടുക്കണോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എസ്പെഷ്യലി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? ഫ്രൂട്ട്സ് സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ? ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ സ്ഥിരമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളായിരിക്കും നമുക്ക് ഈ ഷുഗർ പേഷ്യൻസ് എന്ന് പറയുന്നത്. മെഡിസിൻസിനെ കൂടുതൽ ഡിപ്പെൻഡഡ് ആവാതെ അവർ ഡയറ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഷുഗർ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഡയബറ്റിക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഡയബറ്റിക് എന്ന് പറയുമ്പോൾ മിക്ക അസുഖങ്ങളും തുടങ്ങുന്നത് ഈ ഒരു അസുഖത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ജീവിതശൈലി രോഗത്തു നിന്നാണ്, അല്ലെങ്കിൽ മദർ ഓഫ് ഡിസീസ് എന്നാണ് നമ്മൾ ഡയബറ്റിക്കിന് പറയാറ്. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ഉണ്ടാവുന്ന ഷുഗർ സ്പൈക്കാണ് ഡയബറ്റിക്കിലേക്ക് ലീഡ് ചെയ്യുന്നത്. മിക്ക ആളുകൾക്കും ഇന്ന് ഡയബറ്റിക് കണ്ടീഷൻസ് ഡയഗ്നോസ്ഡ് ആണ്. അത് പ്രീ ഡയബറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു അണ്ടർ കൺട്രോൾഡ് ആയിരിക്കാം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഡയബറ്റിക് ആണ്, പ്രൊലോങ്ഡ് ആയിട്ട് ഡയബറ്റിക് ആയിരുന്നു, ബട്ട് ഇപ്പം കൺട്രോൾഡ് ആണ്. ബട്ട് അവരുടെ ക്രിയാറ്റിൻ, സോഡിയം, പൊട്ടാസ്യം ഇതിലെല്ലാം ഇംബാലൻസ് ഉണ്ട്. സ്കാൻ ചെയ്ത് നോക്കിയ സമയത്താണ് കിഡ്നിയിൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട്. കിഡ്നി കംപ്ലീറ്റ് ആയിട്ടൊരു പാർഷ്യലി ഡാമേജ്ഡ് എന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ഹിസ്റ്ററിയാണ് ആ പേഷ്യൻറ്റിനെ കിഡ്നി ഡാമേജ് ആക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം ഓർഗൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏർലി തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷുഗർ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഷുഗർ രോഗികളാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് കൂടുമ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക. 3 മന്ത് കൂടുന്ന സമയത്ത് HbA1c, അതായത് 3 മന്ത് ആവറേജ് സ്റ്റഡി ഓഫ് ബ്ലഡ് ഷുഗറാണ് HbA1c. അതൊരു 5.6 ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അണ്ടർ കൺട്രോൾ ആണെന്ന് മനസ്സിലാക്കാം. 6 എബോവ് അല്ലെങ്കിൽ 6.2 എബോവ് ഒക്കെ ആണെങ്കിൽ അത് ഓരോ ലാബ് റിപ്പോർട്ടിലും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏരിയ അല്ലെങ്കിൽ ആ ഒരു നോർമൽ വാല്യൂസ് വേരിയേഷൻസ് ഉണ്ടാവും. ബട്ട് നോർമലി നമ്മളൊരു 6 വരെയാണ് കൺസിഡർ ചെയ്യാറ്. 6 എബോവ് ഒക്കെ ആണെങ്കിൽ പ്രീ ഡയബറ്റിക്കിലേക്ക് കടന്നുപോയി എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഷുഗർ പേഷ്യൻസ് എന്ന് പറയുമ്പം അവർ മരുന്നിന് ഡിപ്പെൻഡഡ് ആവാതെ ഡയറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അവർ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പം 1 by 1 ആയിട്ട് നമ്മുടെ ഓർഗൻസിൽ ഡാമേജ് വരും. അപ്പം ഷുഗർ പേഷ്യൻസ് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിഡ്നി തകരാറിലാവാനുള്ള ഇഷ്യൂസ് ഉണ്ട്, ലിവർ ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു മെഡിസിനും നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് എടുക്കരുത്, അത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഷുഗർ രോഗികൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത് 3 നേരം ആഹാരം കഴിക്കുന്നതിന് പകരം 6 നേരം അളവ് കുറച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം നമ്മൾ വെള്ളയരി കഴിക്കുന്നതിന് പകരം മട്ടയരി അളവ് കുറച്ച് കഴിക്കുക. അതായത് മാംഗോ കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പേരക്ക അളവ് കൂട്ടി കഴിക്കുക. ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ ഡയറ്റ് പ്ലാൻ കൊണ്ടുവരേണ്ടത്. എപ്പോഴും ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊക്കെ കഴിക്കുമ്പം ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ റെഡ്യൂസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളോ വെജിറ്റബിൾസുകളോ കഴിക്കാൻ ശ്രമിക്കുക. കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ GI ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പം ഇത് ഷുഗർ പെട്ടെന്ന് തന്നെ കൂടാനുള്ള അല്ലെങ്കിൽ ബ്ലഡിലേക്ക് അലിഞ്ഞ് ചേർന്ന് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഷുഗർ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ GI കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകളിൽ വരുന്നതാണ് മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഗ്രേപ്സ്, ചിക്കു, പൈനാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്, GI കൂടിയിട്ടുള്ളത്. എസ്പെഷ്യലി ഒരു 60 എബോവ് ഒക്കെയാണ് GI കൂടിയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. GI കുറഞ്ഞിട്ടുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകളിൽ പേരക്ക, ഓറഞ്ച്, മൊസംബി, പൊമോഗ്രാനൈറ്റ്, ദെൻ അനാർ, പാഷൻ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. ബെറീസ് ധാരാളം ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കിവി പോലത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അവക്കാഡോ ഒക്കെ ഡെയിലി കഴിക്കുക. ഇനി ഇതൊക്കെ കഴിക്കുമ്പം യൂഷ്വലി എല്ലാവരും ജ്യൂസ് ആക്കിയിട്ടോ സ്മൂത്തി ആക്കിയിട്ടോ ഒക്കെ ആയിരിക്കും കുടിക്കുക. അങ്ങനെ ചെയ്യരുത്. കാരണം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫൈബേഴ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷൻസ് എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഫൈബർ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം അത് കഴിക്കേണ്ടത്. അപ്പോൾ ഫ്രൂട്ട്സുകളെല്ലാം ഫ്രഷ് ഫോമിൽ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ വെജിറ്റബിൾസിൽ കൂടുതലായിട്ടും ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്, ടൊമാറ്റോ, ഒനിയൻ, ഗാർലിക് ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ജിഞ്ചർ, ദെൻ പെപ്പർ, കറുവപ്പട്ട, സിന്നമൺ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഷുഗർ റിലേറ്റ് ചെയ്തിട്ടുള്ള തരിപ്പ് പ്രശ്നങ്ങൾ, വേദനകൾ, ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്.
ഇടനേരങ്ങളിൽ നമുക്ക് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ ഹെർബൽ ടീ, അപ്പോൾ ജിഞ്ചർ ടീ ഒക്കെ ഇടനേരങ്ങളിൽ എടുക്കാം. ഈ പാല്, തൈര്, മോര്, അല്ലെങ്കിൽ പാല് അധികമായിട്ട് എടുക്കരുത്. തൈര്, മോര് വലിയ പ്രശ്നങ്ങളില്ല, കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇലക്കറികൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാൻ പറ്റുന്നതാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കുക. അത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നന്നായിട്ട് ഉൾപ്പെടുത്തുക. നെല്ലിക്കൊക്കെ ഡെയിലി കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ തരിപ്പ് മരവിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വർക്കൗട്ടുകൾ ചെയ്യണം. സർക്കുലേഷൻ കൂട്ടുന്ന വ്യായാമങ്ങൾ നന്നായിട്ട് ചെയ്യുക. പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ കാലിറക്കി വെക്കുന്ന, അല്ലെങ്കിൽ ചൂട് പിടിക്കുന്നതൊക്കെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. സോ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെയും അതേപോലെ തന്നെ വർക്കൗട്ടിലൂടെയും ഒക്കെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഷുഗർ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഷുഗറാണ്, അയ്യോ ഇത് മാരക രോഗമാണ്, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ള തോട്ടൊക്കെ നിങ്ങൾ ഇനി തൊട്ട് അവോയ്ഡ് ചെയ്യുക. സോ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെ തന്നെ നമുക്ക് ഷുഗർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്തായാലും സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ, തരിപ്പ്, മരവിപ്പ്, അമിതമായിട്ടുള്ള ക്ഷീണം, അതേപോലെ തന്നെ തലകറക്കം, ദെൻ കിതപ്പ് ഫീൽ ചെയ്യുക, കാലുകൾക്കൊക്കെ ചൊറിച്ചിൽ, അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ ചൊറിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ മെഡിസിൻസിന് ഡിപ്പെൻഡഡ് ആയി പോകുന്നത്. അപ്പം മെഡിസിൻസിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു 40% മാത്രമേ അതിൻ്റെ ആക്ഷൻസ് ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ കൂടുതൽ ഡയറ്റിലേക്ക് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനുപാതികമായിട്ടുള്ള ലൈക്ക് ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. B12 ഡെഫിഷ്യൻസീസ് ഒക്കെ മിക്ക ഷുഗർ പേഷ്യൻസിനും കോമൺ ആണ്. അപ്പോൾ ആ ഡെഫിഷ്യൻസീസ് നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസുകളും യോഗ, മെഡിറ്റേഷൻസ് ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ കൊളസ്ട്രോളും BP വേരിയേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, എസ്പെഷ്യലി ഡയറ്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള ആളുകൾക്കാണ് മിക്ക ഹോർമോണൽ ഇംബാലൻസും ട്രിഗർ ആവുന്നത്. അപ്പം സ്ട്രെസ്സ് നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ സ്ട്രെസ്ഡ് ആവും. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ സ്ട്രെസ്ഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യുക, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ബോത്ത് ഡയറ്റ്, എക്സസൈസുകൾ, അതേപോലെ തന്നെ വർക്കൗട്ടുകൾ, ഇതിലൂടെ തന്നെയോ മാത്രമേ ഷുഗറിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഷുഗറിന് ആനുപാതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പം സെക്ഷൽ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനതിൻ്റെതായ ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യണം. ഇപ്പം പംകിൻ സീഡ്സ് ഒക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് ഷുഗർ സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു മധുരം മാത്രം ഒഴിവാക്കിയാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും ഫൈബേഴ്സും ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഡയറ്റും അതേപോലെ തന്നെ വർക്കൗട്ടിലൂടെയൊക്കെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങത്തില്ല. ഇപ്പം ഷുഗർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തേ മതിയാവത്തുള്ളൂ. ക്രിയാറ്റിനിൻ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ സ്പെഷ്യൽ ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അതിലിപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടിയതും കുറഞ്ഞതായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും, പ്രോട്ടീൻ ആഹാരങ്ങൾ എല്ലാം നമ്മൾ അതിൽ കൃത്യമായിട്ടുള്ള ബാലൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാലോ ക്രിയാറ്റിനിൻ വേരിയേഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അൺനെസസറി ആയിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. അത് ഓർഗൻ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ മെഡിസിൻസ് ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മളെ ഡയറ്റ് പ്ലാനിലൂടെ വർക്കൗട്ടിലൂടെയും തന്നെ ഷുഗർ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.